ഇന്ന് നമ്മൾ കുഞ്ഞിനെയായിട്ട് ഹോസ്പിറ്റൽ വരെ വന്നതാണ്. കോട്ടയത്ത് ICH ഹോസ്പിറ്റൽ, കുട്ടികളെ കാണിക്കുന്ന ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെയാണ് 45 ദിവസം കഴിയുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ്. അപ്പോൾ അവിടെ OP വിഭാഗത്തിൽ പോയിട്ട് വേണം നമുക്ക് സീറ്റ് എടുത്തിട്ട് വേണം നമുക്ക് താഴേക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇവിടെ വന്നപ്പം ഒരു ഇച്ചിരി വിഷമമുള്ളൊരു കാഴ്ച കണ്ടത് മരങ്ങളെല്ലാം ശകലം ഇറക്കി നിർത്തിയിരിക്കുക. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇനിയിപ്പം മഴയും കാര്യങ്ങളൊക്കെ അല്ലേ വരുന്നത്, അത് കാരണമായിരിക്കണം. അങ്ങനെ ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത് ഇഞ്ചക്ഷൻ എടുക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. അപ്പോൾ അവിടെ നല്ല തിരക്കാണ്. ഒരു 10 പേരോളം നമുക്ക് മുന്നേ വന്ന ആൾക്കാരുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ പൊന്നുവിന് ഭയങ്കര വഴക്ക്, ജ്യൂസ് കുടിക്കണം, വെള്ളം കുടിക്കണം, ബേക്കറി പോകണമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാനും പൊന്നും കൂടെ അപ്പുറത്തൊരു ചെറിയൊരു കടയുണ്ട്, അതേ ഉള്ളൂ അവിടെ അടുത്തൊരു ബേക്കറി എന്ന് പറയുന്നത് ഹോസ്പിറ്റലിനടുത്ത്. അവിടെ ചെന്നു ജ്യൂസ് വേണമെന്ന് പറഞ്ഞാൽ ചെന്നത്. അപ്പോൾ ആദ്യം ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഒരു മാംഗോ ജ്യൂസ് എടുത്തേക്കാൻ പറഞ്ഞു. അപ്പോൾ തണുപ്പ് വേണമെന്ന് പറഞ്ഞു. വലിയ തണുപ്പില്ല എന്നാ ചേട്ടൻ പറഞ്ഞു. ഒരെണ്ണം മേടിച്ച് കൊടുത്തപ്പോൾ പൊന്നു പറഞ്ഞ് വീണ്ടും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു ഒരെണ്ണം കൂടെ എടുത്തു, കാരണം ഇനിയിപ്പോൾ എടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ പോയിട്ട് തിരിച്ചു വരേണ്ടി വരും. കടയിൽ നിന്ന് ഞങ്ങൾ ജ്യൂസൊക്കെ മേടിച്ച് പതുക്കെ തിരിച്ചിറങ്ങി. പിന്നെ റോഡിൽ ആ സമയത്ത് നല്ല തിരക്കുണ്ട്, അതൊരു ആംബുലൻസ് വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ അത് കാരണം റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഇച്ചിരി പാടായിരുന്നു. അങ്ങനെ അത് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതിയെ ക്രോസ് ചെയ്ത് ഹോസ്പിറ്റലിനകത്തേക്ക് കടന്നു വന്നപ്പോൾ ഒരു ചെറിയൊരു പാർക്ക് പോലെയല്ല, പാർക്ക്. അവിടെ കയറി നല്ല വെയിലുമാണ്. പിന്നെ അത് കൂടാണ്ട് അവിടെ മൊത്തം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കും. അതുകൊണ്ട് എനിക്ക് കൊച്ചിനെ അവിടെ ഇങ്ങനെ ഓരോന്നിലും കിട്ടാനൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി. അപ്പം ഞാൻ പൊന്നുവിനെ ലച്ചുവിൻ്റെ അടുത്ത് കൊണ്ടാക്കിയിട്ട് ഞാൻ പതുക്കെ കാറിലേക്ക് പോയിരുന്നു. കാരണം നല്ല വെയിലായ കാരണം ഞാനും കാറിനകത്ത് തന്നെ ഇരുന്നു. അപ്പോഴേക്കും പൊന്നും ലച്ചുവും അമ്മയെല്ലാം കൂടെ പെട്ടെന്ന് തിരിച്ചു വന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. പക്ഷേ കാര്യങ്ങളൊന്നും നടന്നില്ല. ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റിയില്ല. കാരണം 50 ദിവസത്തിന് ശേഷം മാത്രമേ ഇഞ്ചക്ഷൻ എടുക്കാവുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ കൂടുതലൊന്നും നോക്കിയില്ല, വെയിലുമായിരുന്നു. എനിക്ക് പിന്നെ ജോലിക്കും വരണമായിരുന്നു. പിന്നെ ഞങ്ങൾ പതുക്കെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു.